നിങ്ങൾ വന്ന് കടമ്പക്കുടിയെ കുറിച്ച് ആരോടും പറഞ്ഞു കൊടുക്കാറില്ല. കാരണം എല്ലാവരും ഒക്കെ വന്നു പോകും. എന്നാൽ ഇവിടെ ഉള്ള ആൾക്കാരെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ നേരമില്ല. അവര് കൊടുക്കാൻ അറിയാനും പാടില്ല. അറിയാമെങ്കിൽ അവർക്ക് ആരോടും വിശദീകരിച്ച് കൊടുക്കാൻ അവർക്ക് സമയമില്ല. ഹായ്, ശ്രീദേവി ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കടമ്പക്കുടി ഐലൻഡിലാണ്. അപ്പൊ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ വേണ്ടി എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നേരത്തെ ആയിപ്പോയി നമ്മൾ വന്നത്. കടയെല്ലാം തുറക്കണേ. വെയിലിന്റെ ചൂട് കൊണ്ടായിരിക്കും അവര് തുറക്കാത്തത്. അതല്ല, രാത്രിയല്ലേ ആൾക്കാര് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒക്കെ വർക്കിംഗ് ഡേ അല്ലേ. അതായിരിക്കും എല്ലാരും ജോലിക്കാരൊക്കെ വരാനും കാണാനുണ്ട് കേട്ടോ. ഒത്തിരി ഇതുണ്ടല്ലേ. കംപ്ലീറ്റ് കെട്ടാണ്. കെട്ടാന്ന് മീൻ കെട്ടാണത് കംപ്ലീറ്റ്. ആഴമുണ്ട് നല്ല ആഴമല്ലേ. അല്ല, നല്ല കാണാനും ഉണ്ട്. ടൂറിസ്റ്റ് കട ഒന്നും തുറന്നിട്ടില്ല. എല്ലാവർക്കും കാണാനുള്ള. അത് തുറക്കുന്നത് 5:30-6 മണിയാകുമ്പോ തുറക്കുള്ളൂ. 5 മണി കഴിയുമ്പോ തുറക്കുമായിരിക്കും. ഇത് എല്ലാ സൈഡിലും തട്ടുകടയുണ്ട്, പക്ഷെ ഓപ്പൺ ആയിട്ടില്ല. കുഴപ്പമില്ല, എന്തായാലും എല്ലാവർക്കും. ഇതേ ബസ് വരുന്നുണ്ട്, ബസ്സുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാഴ്ചകളും വിശേഷങ്ങളും കൂടാതെ ഈവനിങ് ടൈമിൽ നമുക്ക് ഓപ്പൺ ജിമ്മും ഉണ്ട് റോഡ് സൈഡിൽ തന്നെ. അത് ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാ വണ്ടികളൊക്കെ പോകുമ്പോൾ ഓപ്പൺ ജിമ്മിൽ കയറി നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സൂപ്പറായിട്ട് പോവാം. അതുകൂടാതെ വഞ്ചി ഉണ്ട്. വഞ്ചിയിൽ കയറി അവർ പറഞ്ഞ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തരാം. 1500 രൂപയ്ക്കാ പറയണേ. ഇനിയിപ്പോൾ നമ്മളെ കണ്ടിട്ടാണ് പറഞ്ഞത്, ചിലപ്പോൾ കുറയുമായിരിക്കും. ഒരു കുടവന്ന് വഞ്ചി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചിലപ്പോഴേ കയറുന്നുള്ളൂ, കാരണം ചെറിയ വഞ്ചിയിൽ കയറാനൊരു ബുദ്ധിമുട്ട്. ഓപ്പൺ ജിമ്മിൽ ഒരു എൻജോയ്മെന്റ് എൻജോയ് ചെയ്യാണ്. കാരണം ഡെയിലി ജിമ്മിന് പോകാൻ പറഞ്ഞാൽ പോകൂല. അപ്പൊ ഇതെങ്കിലും കണ്ടു പഠിച്ചിട്ട് വിടാൻ പറ്റുള്ള പരിപാടിയാണ്. ഡെയിലി വീടിന്റെ വാതിക്ക് ജിമ്മുണ്ട്, പക്ഷെ കൊണ്ടുപോയി ചേർക്കാന്ന് പറഞ്ഞ് ജന്മം ചെയ്ത വരില്ല. അപ്പൊ ഇതെങ്കിലും കണ്ടിട്ട് മനസ്സിലാക്കട്ടെ.
വഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പുള്ളി പറയണത് വഞ്ചിയിൽ കയറ്റി ഇവിടെയൊക്കെ കൊണ്ടേ കറക്കാം. പിന്നെ മൊത്തം കടമക്കുടി മൊത്തം കൊണ്ടേ കറക്കാം. ഏതാണ്ട് ഒരു 1000 മേളൊക്കെയാണ് പറയണത്. എന്തായാലും മൊത്തം കടമക്കുടിയിലെ കംപ്ലീറ്റ് പുഴകള്, ആ വലിയ കടമക്കുടി ഉണ്ടെന്നാ പറയണത് പുള്ളി. അതെ, അന്ന് പറഞ്ഞു. അവർക്ക് അവരുടേതായ തിരക്കുകളാണ്. പക്ഷെ ഞാൻ ഈ തിരക്കൊക്കെ മാറ്റി വെച്ചും നിങ്ങളൊക്കെ വരിക, നമ്മുടെ ബോട്ടിൽ കയറുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് തരിക, അത് നമുക്ക് സന്തോഷമാണ്. അപ്പൊ കാശിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളല്ല ഇവിടെ. മനസ്സിലായി. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആരുടെയും കണക്ക് പറയാറില്ല. എനിക്ക് 10 രൂപ തരാണെന്നവൻ 20 രൂപ എനിക്ക് തരും. അത് വന്നിട്ടേ പോയിട്ടുള്ളൂ. എന്റെ ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണ്. അപ്പൊ ഞാൻ തുടങ്ങിയാണ്. ആ ദൈവം ആരാന്ന് ഞാൻ പറയട്ടെ, മുരുകൻ. ആയിക്കോട്ടെ. ഇവിടെ 6 മാസം ചെമ്മീൻ കൃഷി തുടങ്ങിയൊക്കെ നവംബർ തൊട്ട് തുടങ്ങി. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 15-ന് ഇവിടുത്തെ ചെമ്മീൻ കൃഷി അവസാനിക്കുകയാണ്. അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുജനത്തിന്, ഇവിടെ നിന്ന് എവിടെ നിന്ന് വന്നാലും പൊതുജനത്തിന് ഇതിനകത്തൊക്കെ മീൻ പിടിക്കാം. യെസ്, അത് ഏപ്രിൽ 15 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചെമ്മീൻ കൃഷി ആയി കാണുക. ഇത് നമ്മുടെ വൈപ്പിൽ നിന്ന് വന്ന വെള്ളം, കടലിൽ നിന്ന് തന്നെ വെള്ളം. ഈ വെള്ളം നമ്മുടെ ചെറായി ബീച്ച്, മുനമ്പം, അഴീക്കോട് വരെ പോകും. ഇപ്പൊ വെള്ളം ഏറ്റവും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ഈ പോയ വെള്ളം വീണ്ടും ഇതിലേക്ക് പോകും. അപ്പൊ ഇവിടെ വെള്ളം കുറയും. ഇപ്പൊ വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കല്ലുമൊക്കെ നോക്കി അറിയാൻ പറ്റും. യെസ്, പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പോകണ്ട, പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 6 മാസം ചെമ്മീൻ കൃഷി കഴിഞ്ഞാൽ അതിനുശേഷം 6 മാസം പൊക്കാളി കൃഷി. പൊക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നെല്ല്. അതിവിടെ അതെ, പൊക്കാളി. പൊക്കാളിക്ക് ഏകദേശം ഇത്രയും പൊക്കം. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഏകദേശം ഒരു 12 വയസ്സിലൊക്കെ ഞാനിവിടെ ഈ പൊക്കാളി കൃഷി നേരം 5:30 അന്ന് കൊയ്ത്തു തുടങ്ങും. വെളുപ്പിൽ 5:30. കാരണം അതിന് മാത്രം ജനങ്ങളായിരുന്നു കൊയ്യാനൊക്കെ. ഇന്ന് കൊയ്യാൻ ആളില്ല, കൃഷി ഇറക്കാൻ ആളില്ല, അവർക്ക് മുതലിക്കുന്നില്ല. അതുകൊണ്ട് പൊക്കാളി കൃഷി കുറച്ച് ഇറക്കാറുള്ളു. അപ്പൊ അത്യാവശ്യം ചില കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഇതിലെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെറായി ബീച്ച്, മുനമ്പം, അഴീക്കോട് പോവാം. ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂർ ബോട്ട് ഓടണം. പിന്നെ എൻ്റെ അടുത്തൊരു ബോട്ട് ഇരിപ്പുണ്ട്. അതൊരു ചെറിയ, ഞാൻ ഒറ്റയ്ക്ക് പോകണ പേഴ്സൽ ബോട്ടുണ്ട്. അതൊരു മണിക്കൂർ. നമ്മുടെ ഈ ബോട്ടൊക്കെ പോകുമ്പോൾ പിന്നെ ആൾക്കാറ്റ് പോകേണ്ടത് ആള് കൂടുതലായതുകൊണ്ട് അത്രയും സ്പീഡിൽ പോകില്ല, നോർമലിലെ പോകും. യെസ്, വഞ്ചി മോഡൽ തോണിയാണിത്. ഇത് ഒരിക്കലും മുങ്ങൂല, നമ്മൾ മുക്കണം എന്നാലേ ഇത്. കാരണം ഇവിടെ സാറില്ല, പേടിക്കണ്ട. പേടിച്ചെന്ന് നമുക്ക് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടാവും. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യം പ്ലെയിനിൽ കയറിയപ്പോ ഒരു പേടിയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഗൾഫിലൊക്കെ ജോലി ചെയ്ത ആളാ. ഇപ്പൊ എനിക്ക് പ്ലെയിനിൽ കയറാനാ എനിക്കിതൊന്നും ഒരു പേടിയില്ല. പിന്നെ ഇതിലെ ഇപ്പൊ നമ്മള് ചെറായി ബീച്ച്, മുനമ്പം, അഴീക്കോട് അങ്ങനെ. ഇതിലെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി, വൈപ്പിൻ. ഇതിലെ വേണ്ട വൈപ്പിൻ, പിന്നെ വൈപ്പിൻ, പിന്നെ എറണാകുളം, മട്ടാഞ്ചേരിക്ക് ഇപ്പുറം ഒരു സ്ഥലമുണ്ട്, ബോൾഗാട്ടി പാലസ്. ഈ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകും. യെസ്, ഇവിടെ ഒരു ആസ്റ്റർ മെഡിസിറ്റി ഉണ്ട്, കോതാട്. കേട്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു ആസ്റ്റർ മെഡിസിറ്റി ഉണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് ആസ്റ്റർ മെഡിസിറ്റി ശേഷം അവിടെ ഒത്തിരി കാഴ്ച ഉണ്ട് കേട്ടോ. ഒത്തിരി കാഴ്ചകളുണ്ട്. ഇവിടെ കടമക്കുടിയെ സംബന്ധിച്ച് കാഴ്ചകളൊന്നുമില്ല, ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളു. അപ്പൊ കടമക്കുടിയിൽ വരുന്ന ആൾക്കാർ ഈ സ്ഥലം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ആരെയും കിട്ടുകയാണെങ്കിൽ അല്ലെ ഞാൻ പറഞ്ഞു കൊടുക്കും, കടമക്കുടി നിങ്ങൾക്ക് കാൽഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് ആശ്രമ മെഡിസിറ്റി കഴിഞ്ഞ് ഇത്തിരി ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ആലുവ ഭാഗത്തേക്ക് പോയിട്ട് മാർത്താണ്ഡവർമ്മ പാലം, അതിലും നമുക്ക് ബോട്ടിന് പോവാം. പക്ഷെ ഇതെല്ലാം കൂടി ഒറ്റ കണക്ഷനാ. ഏത് ഒറ്റ കോർമ്പേലി. പക്ഷെ കോർമ്പയാണെങ്കിൽ തന്നെയും ഈ ബോട്ടുമായിട്ട്, വെള്ളവുമായിട്ട്, ഈ പുഴയായിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഈ പുഴയായിട്ട് പരിചയമൊന്നുമില്ല. ചിലർ ബോട്ട് വരാറുണ്ട്, ബോട്ട് ഓടിക്കാരനെ കൊണ്ടുപോയാക്കും. പക്ഷെ പുഴയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് 55 വർഷം പഴക്കമുള്ളത്, പരിചയമുള്ളത് ഞാനാണ് ഇവിടുത്തെ. അതിന് കൂടുതൽ പഴക്കമുള്ള ആളെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാട്ടാ. അപ്പൊ ഇതാണ് കടമക്കുടിയുടെ വ്യക്തിപരം. പിന്നെ ഇത് കൂടാതെ കടമക്കുടിയിൽ 2 ഷാപ്പുണ്ട്, സൂപ്പർ ഷാപ്പാണ്. യെസ്, കള്ള് ഷാപ്പ്. ചാരാ ഷാപ്പ് നിർത്തിക്കളഞ്ഞല്ല. ഈ പിന്നെ ഈ ക്യാൻറ്റീൻ്റെ കാലത്തേക്കാണ് നിർത്തിക്കളഞ്ഞല്ല. നല്ല കള്ളില്ല സാറേ, വയറ് ചീത്തേക്കണ്ട. പിന്നെ നമ്മുടെ അല്ല നമുക്ക് ശരി അല്ല, നല്ല കള്ള് സാറ് പറഞ്ഞു ശരി. നല്ല കള്ള് കിട്ടാൻ ഇപ്പൊ ഉണ്ട്, എങ്കിലും അത് കുറവാണ്. പക്ഷെ അത് ഓരോരുത്തർക്ക് അവിടെ ഒരു കള്ളി എത്തുന്ന സ്ഥലമുണ്ട്, 10-20 കള്ളി എത്തുന്ന സ്ഥലമുണ്ട്. അവിടെ നല്ല കള്ള് അവർ പലപ്പോഴും ചോദിച്ചപ്പോ ഇല്ലെന്നാ പറയുന്നത്. കാരണം കള്ളുണ്ട്, അവർ സ്ഥിരമായിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുള്ളൂ. ഇതാണ് ഇവിടുത്തെ കൾച്ചർ. അപ്പൊ ഇതിനെ പോയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റി, ഇതിലെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ
ആലുവ മാർത്താണ്ഡ ഓർമ്മപ്പാലം, കാലടി, മലയാറ്റൂര്, ഇങ്ങനെ അങ്ങോട്ട് പോകാം. ഇതൊക്കെ ഒറ്റ കോർമ്പയാണ്. നമ്മൾ ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അമ്പലമുണ്ട്, വലിയ കാണുന്നത് ശിവക്ഷേത്രം, ഒരു അമ്പലമുണ്ട്. അതിനപ്പുറത്തൊരു കോളേജ് ഉണ്ട്. കോളേജ് ഇപ്പൊ 2 ഷാപ്പ്, 2 പള്ളി, ഒരു കോളേജ്. സാറേ നമസ്കാരം, നമുക്കൊരു തോണിയാത്ര കണ്ടിട്ടൂടാ? ചിലര് കുഴപ്പമില്ല. അല്ല നമ്മളും ഇവിടെ ഇല്ല നമ്മള് നിർബന്ധിക്കാം. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.